അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 37-ാം വാക്യം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിൽ ഒക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നാം ആരും തന്നെ തോൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ചില വേളകളിൽ തോൽവിയാണ് നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്നത്. മാത്രമല്ല, തോൽവി തന്നെ ജയമായി തീരുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാം. ഒരു കാരണവുമില്ലാതെ നമ്മെ ഉപദ്രവിക്കുന്ന പലരും കരുതുന്നത് അതിലൂടെ അവർ നമ്മെ ജയിക്കുകയാണെന്നാണ്. യോസഫിൻ്റെ സഹോദരന്മാർ അദ്ദേഹത്തെ ഉപദ്രവിച്ചപ്പോഴും മിദ്യാന്യ കച്ചവടക്കാർക്ക് വിറ്റുകളഞ്ഞപ്പോഴും വീട്ടിൽ ചെന്ന് യോസേഫ് മരിച്ചുപോയി എന്ന് വ്യാജ തെളിവുകൾ നിരത്തി സ്ഥാപിച്ചപ്പോഴും അവരുടെ പദ്ധതികളെല്ലാം വിജയിച്ചു എന്നാണ് അവർ കരുതിയത്. എന്നാൽ ഈ സമയങ്ങളിലെല്ലാം അതികഠിന വേദനകൾ, ഞെരുക്കങ്ങൾ, അപമാനങ്ങൾ, തെറ്റായ ആരോപണങ്ങൾ തുടങ്ങിയവ നേരിട്ടപ്പോഴും യോസേഫ് വാസ്തവത്തിൽ ജയത്തിലേക്കുള്ള പടവുകൾ കയറുകയായിരുന്നു. ഒടുവിൽ തൻ്റെ സഹോദരന്മാരുൾപ്പെടുന്ന കുടുംബങ്ങൾ ജീവരക്ഷയ്ക്കായി യോസേഫിനെ ആശ്രയിച്ചു. ജയത്തിൻ്റെ നിർവചനം എപ്പോഴും ഒരുപോലെയല്ല എന്ന് കാണിക്കുന്ന നിരവധി സംഭവങ്ങൾ ഇതുപോലെ കാണാം. കളിക്കളങ്ങളിൽ ജയിക്കാനായി മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നവർ ജയം നേടിയാലും കാഴ്ചക്കാരുടെ മനസ്സ് കീഴടക്കുന്നത് തോറ്റവരായിരിക്കും. ക്രിസ്തീയ ജീവിതത്തിൽ നിരന്തര ഞെരുക്കങ്ങളും ഉപദ്രവങ്ങളും നേരിടുമ്പോൾ അവയിലൂടെയെല്ലാം ശത്രു ലക്ഷ്യമിടുന്നത് ദൈവത്തെ തള്ളിപ്പറയുകയും ക്രിസ്തുവിലെ വിശ്വാസം ത്യജിക്കുകയും വേണം എന്നതാകും. ലോകത്തിലെ മനുഷ്യരുടെ ധാരണയും അങ്ങനെ ഉപദ്രവിക്കുകയും നശിപ്പിക്കുകയും ചെയ്താൽ ഈ സമൂഹം ഇല്ലാതാകുമെന്നുമായിരിക്കും. എന്നാൽ ചരിത്രം തെളിയിക്കുന്നത് തിരിച്ചാണ്. ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ ഉണ്ടായിട്ടും ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ള വിഭാഗം ക്രൈസ്തവരാണ്. ഈ പശ്ചാത്തലത്തെയാണ് ഇവിടെ നാം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് തെല്ലും പിന്മാറാതെ നിൽക്കുന്നതിനെയാണ്, ജീവൻ പോകുന്ന സാഹചര്യത്തിലും യേശു എൻ്റെ കർത്താവെന്ന് ഏറ്റുപറയുന്നതിനെയാണ്, ദൈവസ്നേഹത്തിൽ നിന്ന് യാതൊന്നിനും എന്നെ അകറ്റാനാവുകയില്ല എന്ന് തെളിയിക്കുന്നതിൻ്റെ പേരാണ് പൂർണ്ണ ജയം. അന്തിമ ജയം നമുക്കാണ് എന്നതത്രേ ദൈവത്തിൻ്റെ വാഗ്ദത്തം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.